ഞാൻ ലൈഫിൽ എഫേർട്ട് ഇട്ടെടുത്ത 5 വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഗോപ്രോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. ഇതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. 6ാമത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ബാക്കി 5 ഫ്ലോപ്പാണ്. കയ്യിൽ ക്യാമറയും പിടിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് കുത്തിക്കിഴപ്പാണ് കൈ. അപ്പോൾ നമസ്കാരം കൈ. കുറച്ചധികം നാളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരണമെന്ന് വിചാരിക്കണേണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. മടിയാണെന്നേ. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിപ്പോയി കൈസ്. ഏതാണ്ട് 1-1.5 മാസമായി പുറത്തുനിന്ന് വന്നിട്ടേ. ഒമാനിലായിരുന്നു. ഒമാനിൽ നിന്ന് വന്നിട്ടേ. അപ്പം അന്ന് മുതലേ വിചാരിക്കുന്നതാണ്. അന്ന് മുതലല്ല, ഏതാണ്ട് 3 വർഷം മുമ്പേ വിചാരിക്കുന്നതാണ്. 3 വർഷം മുമ്പ് മുതലേ വിചാരിക്കുന്നതാണ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പം ഇത്തവണ എന്തായാലും ഇത് നടത്തിയെടുക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ മടിയായിപ്പോയി. മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് പല്ല് തേക്കാൻ പോലും മറന്നു പോകുന്ന മടി. അവസാനമായപ്പോൾ പിന്നെ കുളി പോലും ഇല്ലാതായി ഗൈസ്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ മടി മാറണമല്ലോ, അതിനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാണ്. അപ്പോൾ ഇത് ആദ്യത്തെ വ്ളോഗല്ലേ. ആദ്യത്തെ വ്ളോഗ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കണം. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതാണ് വളരെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലം. ഇതായിരുന്നു എൻ്റെ വീട്. എല്ലാവരും പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ കൊല്ലത്ത് കേരളാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ വീടും നാടും ഒക്കെ ഒന്ന് കാണണം. ജനിച്ച നാട്ടിലല്ലേ, 30 വർഷം ജനിച്ച നാട്ടിൽ നിന്നല്ലേ നമ്മളിങ്ങനെ ഒരു പരിപാടി തുടങ്ങേണ്ടത്. ഇവിടെ മൊത്തം കാടായി കഴിച്ചു. അപ്പുറത്ത് അമ്മൂമ്മയുടെ വീട്ടിൽ പോകണം. എൻ്റെ പാൻ കാർഡ് ഇവിടെ ഉണ്ട്. ഇതൊന്ന് മേടിക്കണം. ഇവരൊന്നും ഉറക്കമണിച്ചില്ലെന്ന് തോന്നുന്നു. ഇതുവഴി ഇപ്പോൾ ആരും വഴി നടക്കാറില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മുമ്പ് നമ്മളിവിടെ താമസം ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരം ഇതുവഴി പോകുന്നുണ്ട്. ഇവിടെ പട്ടിയുണ്ട്. പട്ടി അടിച്ചിട്ടിട്ടുണ്ടാന്ന് തോന്നുന്നു. ഒരു പട്ടിയുടെ മണമൊക്കെ വരുന്നു. ബില്ലടിച്ച് നോക്കാം. എന്തൊക്കെയുണ്ട് രാജ ചേച്ചി, സുഖമാണോ? പാൻ കാർഡതാ, പാൻ കാർഡ്. കുറച്ച് പരിപാടി ഉണ്ട്. അമ്മമ്മോ എന്തൊക്കെയുണ്ട്? ഇത് വെളിയിലോട്ട് വാ. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, വീട്ടിൽ ഉണ്ടായിരുന്നു. യൂട്യൂബ് ഇടും കേട്ടോ, വേറെ ഒന്നും പറയില്ലേ. പാൻ കാർഡാ, പാൻ കാർഡ്. ഞാൻ പോയിട്ട് വരാമേ. എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. പോയിട്ട് വരാം. ജോലിയൊന്നും ഇല്ല. ഇതാണ് ജോലി. ഇപ്പം ക്യാമറ എടുക്കുക, ഇങ്ങനെ പോവുക. നമ്മൾ ജനിച്ചു തുടങ്ങുന്ന സ്ഥലവും ഇവരിത് കട്ട് ചെയ്യാനൊന്നും പറ്റൂല. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞൂടാ. മിൻ്റെ ഇത് ഞാൻ യൂട്യൂബ് ഇടാനുള്ളതാണ്. അമ്മൂമ്മ ഞാൻ ഇപ്പം റെഡിയാക്കി തരും. കയറാൻ ഷൂസ് വരണം, അതല്ലേ. അപ്പോൾ ഗൈസ്, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നോക്ക് ഗൈസ്, 30 വർഷം ജീവിച്ച സ്ഥലമാണ്. ഇത് മൊത്തം പോയി. സന്തോഷമുണ്ട്. മുടിയും കഴിച്ചിട്ടാണ്. എന്ത് ചൂറ്. അവ എന്താ വരാതാ? പൊട്ടിച്ച് നോക്കാം അമ്മമ്മ. ഒരു പെൺകൊച്ചിക്ക് ഉള്ളതാണ്. പിന്നെ സമയം പോലെ എണ്ണ ഇട്ട് തരണേ മുമ്പ്. അത് പറ്റൂല. വേണ്ട. അപ്പൊ ശരി ഗൈസ്, ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മൂട്ടിക്ക അറിയാൻ വേണ്ടി പോവുകയാണ്. മൂട്ടിക്ക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളെ റംബൂട്ടാൻ്റെ ഒരു ചെറിയ മോനായിട്ട് വരും. അപ്പോൾ സന്തോഷണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷണ്ണയും കൊണ്ട് അങ്ങടേക്ക് പോവുകയാണ്. അപ്പം അണ്ണനെ വണ്ടി ഓടിക്കാൻ അറിയാൻ പോണ ഇതൊക്കെ പോയാൽ പോലെ ഇങ്ങനെ പോയാൽ മതി. ഇതിപ്പോൾ നമ്മൾ ചിതറ എത്തി ഗൈസ്. ചിതറ നമ്മൾ മടത്തറയിലേക്ക് പോവുകയാണ്. ഇത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശം. സാധാരണ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. മറന്നു പോയതാണ് പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലെ. അപ്പോൾ ഈ ക്യാമറ കയ്യിലിരിക്കുമ്പോൾ ഇതൊരു അഭിനയമായി പോകുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്.
എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ താല്പര്യമില്ല. എങ്ങനെയാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ കടയ്ക്കലെന്ന് പറയാം. ഞാനിപ്പോൾ കേരളാപുരത്താണ് താമസിക്കുന്നത്. അവിടുന്ന് ഒന്നര മണിക്കൂർ വണ്ടി ഓടിച്ചിട്ട് ഏകദേശം 50 കിലോമീറ്റർ സംതിങ് ആണ് വണ്ടി ഓടിച്ചിട്ട് രാവിലെ വന്നതാണ്. ഇപ്പം ജനിച്ച നാടും വീടും ഒക്കെ നിങ്ങളോടെ കാണിക്കാനുള്ള പരിപാടിയായിരുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ആ വീട് വിൽക്കേണ്ടി വന്നതാണ്. പക്ഷെ 30 വർഷം ജീവിച്ച മണ്ണല്ലേ. അപ്പം അവിടെ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ വിഷമമുണ്ടായി. എന്നിട്ട് അപ്പോഴാണ് സന്തോഷനെ കണ്ടത്. അപ്പോൾ സന്തോഷനെ എടുത്തുകൊണ്ട് നേരെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്തോഷം പറഞ്ഞ് ഇവിടെ മൂട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലേണോ? ഇല്ല കൈസ്, നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ മൂട്ടിക്ക എന്ന് പറയുന്നൊരു സംഭവം പ്രേക്ഷകർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത്. പ്രേക്ഷകർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദൂരം തോന്നുന്നു നിങ്ങളുമായിട്ട്. അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി വന്നതാണ്. പുള്ളി എൻ്റെ ഒരു വെൽവിഷറാണ് കൈസ്. നല്ല ഇവനൊക്കെ എടുത്ത് വയ്ക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ എടുത്തിട്ട് ഇതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. അത് ഈ GoPro 12 ആണ് കയ്യിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഇത്തിരി കുഞ്ഞു സാധനമാണ്. ഇത് കയ്യിരുന്നിട്ട് ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത ആത്മവിശ്വാസം. അണ്ണാ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. സംശയം ഗൈസ് എന്നെ കൊണ്ട് പറ്റും ഗൈസ്. നിങ്ങൾക്ക് ഈ മൂട്ടിക എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയാമോ? ഞാനത് കാണിച്ചു തരാം. അണ്ണാ ഉണ്ടാവണ മൂട്ടിക കാണോ? മൂട്ടിക കാണും ഗൈസ്, ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും. ഇത് ഞാൻ ഒരു 8 മുതൽ 10 വരെ പഠിച്ചത് ചിങ്ങേലി ഹൈസ്കൂളിലാണ് ഗൈസ്. ചിങ്ങേലി ഗവൺമെൻറ് HSS ചിങ്ങേലി. അപ്പോൾ അവിടെ ഒരു ഞാറമരം ഉണ്ടേ. ഞാറമരത്തിൻ്റെ സൈഡിൽ ഈ 12 മണിയുടെ ഉച്ചയ്ക്കലത്തെ ലഞ്ച് ബ്രേക്കിന് ഒരു അമ്മമ്മ ആണെന്ന് തോന്നുന്നു. ഇവർ ഇങ്ങനെ പറിച്ച് കൊണ്ടിട്ട് വിൽക്കുമായിരുന്നു. 50 പൈസയ്ക്ക് 1 രൂപയ്ക്ക് ഒക്കെ 4 എണ്ണം അങ്ങനെയായിരുന്നു എൻ്റെ കണക്ക്. പക്ഷേ ഇത് റംബൂട്ടാനല്ല, ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഈ റംബൂട്ടാനെ പോലെയാണ്. ടേസ്റ്റ് തിരിച്ചുകൂടെ പുളിപ്പാണല്ലേ എന്നാ? പുളിപ്പ് നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം. ഇതെന്താണ് ഈ നമ്മളെ ഈ നാട്ടിലൊന്നും കാണാത്ത എന്ത്? നാട്ടുപ്രദേശത്തും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഇതിങ്ങനെ ഒരു വീട്ടിലും ഇങ്ങനെ പിടിച്ചിരിക്കണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് സംഭവം വേരിലാണല്ലേ പിടിക്കണ? നമ്മളെ കയ്യെത്തുന്ന പൊക്കം വരെ പിടിക്കും. പുള്ളി താടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞെണ്ണ ഒരു സ്ഥലം വരെ പോകണമെന്നേ. പുള്ളി പോയി അപ്പോഴേ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത്. പുള്ളി സിംഗ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ മീശ വയ്ക്കണ ആളാണ്. അതെന്താണ് അങ്ങനെ വയ്ക്കായിരുന്നു? ഓണത്തിന് വയ്ക്കല്ലേ? ഓണപരിപാടിക്ക് സിംഗം സ്റ്റൈലില്. സിംഗം 4 സിംഗം 4 വരെ ഇറങ്ങിയ. ഞാൻ ഈ സംഭവം സിംഗം 1 പോലും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തലപ്പത്തി ഫാനാണ് ഗൈസ്, അതുകൊണ്ടല്ല കാണാത്തത്. എന്തോ കാണാൻ പറ്റില്ല. സിംഗം അണ്ണ സൂര്യ ഫാനാ വിജയ് ഫാനാ? അണ്ണ ഞാൻ സൂര്യ. ഇതൊരു മലയോര പ്രദേശം തന്നെയാണ് വളവുകളൊക്കെ. എൻ്റെ ഒരു മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. സന്തോഷന്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തിട്ട് ഇവര് അടുത്തിരുന്ന് വീഡിയോ ചെയ്യുന്ന അത്രയും മനസ്സ് ഈ വീഡിയോ ചെയ്യണമെന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തോ ബ്രേക്ക് ഓട്ടിട്ട് ഇങ്ങനെ ഗിയർ ഡൗൺ ചെയ്ത് ഇതൊക്കെ വളയ്ക്കേണ്ടത്. അതാണ് ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ചെയ്യുന്നത്. നല്ല സ്ഥലമാണ് ഗൈസ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാലേ ഈ ലൊക്കാലിറ്റിയൊക്കെ നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തണുപ്പാണ് ഗൈസ്. ഇപ്പൊ താമസിക്കുന്നത് മഞ്ഞ് അല്ല. നമ്മള് പ്രശ്നമില്ല. മറ്റില്ല അതൊക്കെ വരണം. ലെഫ്റ്റ് പിടി വണ്ടി പോയിട്ട് ചുമ്മാ പറഞ്ഞു. അണ്ണാ നമ്മളിങ്ങനെ ചുമ്മാ ലാഗടിപ്പിക്കുക. നമ്മളെന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കണം. തോരാതെ സംസാരിക്കാൻ പറ്റണം നമുക്ക് എന്തുകൊണ്ട് അത് പറ്റണില്ല? ഈ വ്ളോഗർമാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഈ പുള്ളി ബേസിക്കലി ഒരു കോൺട്രാക്ടറാണ്. ഭയങ്കര മാസ്റ്റർ മൈൻഡാണ് പുള്ളി. ഈ കെട്ടിടങ്ങളുടെ
ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാം, പെരുന്തച്ഛൻ അല്ല കെട്ടിടങ്ങളുടെ പെരുന്തച്ഛൻ എന്ന് പറയാം. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി യൂട്യൂബിലിടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മലപ്പുറം ഭാഗത്തുള്ളൊരു പുള്ളിയുണ്ട്, ആ പുള്ളിക്ക് ഇതാണ് പരിപാടി. കെട്ടിടങ്ങളിലെ മാത്രം ബ്രേക്കൊക്കെ എന്തിനാണ് വെച്ചേക്കണത്? ഇത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോകും ബ്രേക്കൊക്കെ. എന്നെ ഒരു ഇൻസ്ട്രക്ടർ ആക്കരുത്, ഞാനൊരു വ്ളോഗറാണ്. ഞാൻ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആയി കഴിഞ്ഞാൽ ആശാനാണെന്ന് നോക്കൂല. കാരണം നമ്മൾ ഇപ്പൊ എടുത്ത് വീഡിയോ ഇടുമ്പോഴേ ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയില്ല, നമ്മൾ കളിയാക്കൂലേ, നീ അവനൊരു ജോലി ഇല്ലാതെ ഇതും കൊണ്ട് ഇറങ്ങിയേക്കണമെന്നു. ഒരു ചെറുതെടുത്തോണ്ട് പോയിരുന്നില്ലേ? അയ്യേ, സംസാരിക്കാൻ ഒരു മൂഡ് വേണ്ടേ? അത് നിങ്ങളുടെ പാടായി. ഇത് ഞാൻ ഇപ്പോഴും ഈ ഗോപ്രോയുടെ സ്ക്രീനിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ വീഡിയോ എങ്ങനെ ഔട്ട് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഗൈസ്, ഞാൻ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് വീഡിയോ ഞാൻ അവിടുന്ന് ഇതിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. 6ാമത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ബാക്കി 5 ഫ്ലോപ്പാണ്. അപ്പം ഞാൻ നേരത്തെ ഈ സന്തോഷിൻ്റെ അടുത്ത് ചോദിച്ച പോലെ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ചിന്തയുടെ ഫലമായിട്ടാണ് ഞാൻ എൻ്റെ ബാക്കി 5 വീഡിയോസ്, ഞാൻ ലൈഫിൽ എഫേർട്ട് ഇട്ടെടുത്ത 5 വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഗോപ്രോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ക്ലച്ച് വിട്ട് സെക്കൻഡ് ചെറിയൊരു ജർക്കിങ് ഉണ്ടായി ഗൈസ്. അത് കുഴപ്പമില്ല, നമുക്ക് കുറേ ഓടി കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നും. അപ്പോൾ നമ്മൾ കൈ വിട്ട് ഓട്ടിക്കും, അവിടെ നമുക്ക് പണി കിട്ടും. മനസ്സിലായ ഞാൻ എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ചോദിക്കുന്നു. കാരണം കാലെടുത്ത് പോയാൽ മതി, കുഴപ്പമില്ല. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു തോട്ടിൽ എൻ്റെ 5 വീഡിയോസ് പോയി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങ് മടിയായിപ്പോയി ഗൈസ്. മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി ഒരു രോഗമായി മാറി, രോഗമായ അവസ്ഥയായി. ഞാനൊരു 9 മണിയാകുമ്പോൾ എണീക്കും. അപ്പം ബെഡിൽ തന്നെ ബെഡ് കോഫി വരുമല്ലോ, ആ പോലും കഴിവാതെ ഇതങ്ങ് കുടിക്കും. എന്നിട്ട് നേരെ പോയി മുഖം ഒന്ന് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്താണ്, പുട്ട്, ദോശ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കഴിക്കും. അത് കഴിച്ചിട്ട് നേരെ വീണ്ടും ഒന്നേ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വന്നിങ്ങനെ കിടക്കും, ഉറങ്ങും. പിന്നെ ഇത് തന്നെ, ഹായ് ചേട്ടന്മാരെ, വഴിയിൽ നിന്ന് മൂത്രം ഒഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കണത്. ഇനിയൊരു സാഹചര്യത്തിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിയിട്ട് അടുത്ത് കൊണ്ടുപോയി ക്ലോസപ്പിൽ കാണിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യും കൈ വല്ലപ്പോഴുമൊക്കെ. പക്ഷേ ഇതൊരു കൾച്ചറൽ പരിപാടിയല്ല, എനിക്കിത് ബേസിക്കലി ഇഷ്ടമല്ല. അപ്പം എവിടെയാണ് പറഞ്ഞ മടി. അപ്പോൾ ഇതിങ്ങനെ ഒരു 12 മണിയാകുമ്പോൾ വീണ്ടും എണീക്കും, അല്ലെങ്കിൽ 1 മണിയാകുമ്പോൾ എണീക്കും, ചോറ് തിന്നും. ഇത് ആദ്യമേ ഈ പല്ല് തേപ്പ് മാത്രമേ സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയുള്ളായിരുന്നു ഗൈസ്. പല്ല് തേപ്പ് അങ്ങ് സ്കിപ്പായി പോകും, ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ തേക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നു പോകും. ഇത് ഒരാഴ്ച മുമ്പ് ഗൈസ് ഞാൻ 2 ദിവസമായിട്ട് കുളിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പണി കിട്ടും, പിന്നെ കട്ടിലിൽ നിന്ന് എണീക്കാൻ തോന്നൂല എന്ന് മനസ്സിലായി. അങ്ങനെ കേരളാപുരത്ത് റിവൈവ് എന്ന് പറയുന്നൊരു ജിമ്മിൽ റിവൈവിൽ പോയിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തു. ഒരു PT എടുത്തു, ഫിസിക്കൽ ട്രെയിനറെ എടുത്തു, പേഴ്സണൽ ട്രെയിനറെ എടുത്തു, സോറി. അപ്പം കേരളാപുരത്ത് പോയിട്ട് റിവൈവിൽ പോയിട്ട് ഞാനൊരു പേഴ്സണൽ ട്രെയിനറിന് അപ്പം കുളിക്കുക പോലും ചെയ്യാതെ ആയതുകൊണ്ട് എനിക്ക് തോന്നി ഇത് പണി കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെ ഞാൻ റിവൈവ് എന്ന് പറഞ്ഞ് കേരളാപുരത്തൊരു ജിമ്മിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു. ഒരു പേഴ്സണൽ ട്രെയിനറിനെയും വെച്ചു. സഹദ് എന്നാണ് പേര് കേട്ടോ. പുള്ളി നല്ല വൈബുള്ള മനുഷ്യനാണ്, അതിൻ്റെ ഓണറും നല്ല വൈബുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഈ സഹദിൻ്റെ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് എനിക്ക് കിട്ടിയുള്ളൂ. എൻ്റെ ഒരു മൈൻഡ് പെട്ടെന്ന് റിലാക്സായി. ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി എനിക്ക് വന്നു തുടങ്ങി. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് എപ്പോഴും ഒരു റിവഞ്ച് മൈൻഡ് ആയിരിക്കണം. പുള്ളി ജിമ്മിൻ്റെ കാര്യമാണ് പറയണത്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആരാണ് പറഞ്ഞൊരു റിവഞ്ച് മൈൻഡ് ആയിരിക്കണമെന്ന്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പോകണം ഗൈസ്. ഇനി ഒരു റിവഞ്ച് മൈൻഡാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു റിവഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇനി മുതൽ വീഡിയോ ചെയ്യുന്നത്. കണ്ടിന്യൂസ് വീഡിയോ പ്രതീക്ഷിക്കാം. വീഡിയോയുടെ ഔട്ട് എങ്ങനെ വരുമെന്ന വീഡിയോയുടെ ഇത് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറയാം ഗൈസ്. എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബിലാൽ, അവൻ ചെയ്തോളും. കാരണം എനിക്ക് ഈ എഡിറ്റിങ് നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നോക്കിക്കോളാം, ചേട്ടൻ ചെയ്തിട്ട് വന്നാൽ മതി, അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ബിലാലിനെ ഏൽപ്പിക്കാം, അവൻ നോക്കിക്കോളും.
അവനിലാണ് പ്രതീക്ഷ. ബിലാലെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതിപ്പോൾ കൊച്ചു കലിങ്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ട് പോകണമെന്നാ? ഇവിടെ നിന്ന് കയറി പോകണം. ഇവിടെ നിന്നുള്ളത് നീ ഓടിച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഞാനൊന്ന് വണ്ടി ഓടിച്ചിട്ട് വരാം. ഓക്കേ. ഇതല്ലേ ലവൻ റമീസല്ലേ നിൽക്കുന്നത്? സദാ മണ്ണ നിൽക്കുന്നത്. അടി ഫോണടി കൊണ്ട് ചവിട്ടി നിർത്തി. മതി മതി ഹാൻഡ് ബാഗ് കുടിച്ചാൽ കിട്ടാൽ മതി. ഇത് താരതെന്ത്? റമീസ് എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെവിടെ പോണത്? എവിടെ വേണോ പോവാം. എടാ ആ മൂട്ടിക്ക കിട്ടോടാ? ഇല്ലണ്ണ ഡാ അത് പറഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ഈ കാട്ടിന്റെ ഏത് കോണി പോയാലും മൂട്ടിക്ക എടുത്തോണ്ട് വന്നേ പറ്റും. ഊട്ടിക്ക് കിട്ടൂല, സീസൺ കഴിഞ്ഞു. സീസൺ കഴിഞ്ഞ ഇത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെട്ടാന്ന് വിചാരിച്ചു. 6 മാസം കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ ഇതുവരെ മുടി. ഹായ് ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴ നല്ലതല്ലേ? നമുക്ക് എന്തായാലും ഒപ്പിച്ചേ പറ്റൂ. മൂട്ടിക്ക കിട്ടിയേ പറ്റൂ. അല്ല നമുക്ക് അവിടെ നിന്ന് പോയി. ഞാനപ്പോഴേ ഇവരുടെ അടുത്തോട്ട് പോയിട്ട് വീണ്ടും വരാം. ഓക്കെ ഗൈസ് ഗൈസ് ബൈ പറഞ്ഞേ വ്ളോഗിന്. ബൈ ബൈ ബൈ. ഓക്കെ റമീസേ, ഈ കാടിനൊരു പ്രത്യേകതയുണ്ട്, അറിയാമോ നിനക്ക്? എന്തോ പശ്ചിമഘട്ട മലനിരകളിൽ പക്ഷികളൊക്കെ ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. പക്ഷി സങ്കേത കേന്ദ്രം, പിന്നെ അരിപ്പ എക്കോ ടൂറിസം, അങ്ങനെയുള്ള എല്ലാം. ഇത് നമുക്ക് നിയമപരമായിട്ട് ഇതിനകത്ത് കയറുന്നതിന് കുഴപ്പമില്ലല്ലോ? നിയമപരമായിട്ട് കുഴപ്പമൊന്നും. വേഴാമ്പലുണ്ടോ? വേഴാമ്പല് 2 വേഴാമ്പലുണ്ട്, കാണത്തുണ്ടോ? ഓ പറഞ്ഞു ഇവിടെ പക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോ വേഴാമ്പല് അത് 2 എണ്ണം. വേഴാമ്പലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിനക്ക്? വേഴാമ്പലിന്റെ പ്രത്യേകത അറിയാമോ? മനുഷ്യനെക്കാട്ടി നല്ല ദാമ്പത്യ ജീവിതം. ഇവന് സംഭവം ഇവൻ എല്ലാ ഇൻസ്റ്റാഗ്രാമും കണ്ടിട്ടേ. ഇത് ഇൻസ്റ്റാഗ്രാം അല്ല, മനുഷ്യനെ കുറിച്ച് മനുഷ്യനെക്കാളും പറയടാ. നീ നാളെ ചിരിക്കില്ല മോനെ, നീ പറയില്ലേ? അവര് ഫ്ലോ അങ്ങ് പോലടാ. ഇത് മഹാഗണിയാണല്ലേ? മഹാഗണി. ഇത് എന്തോ പൊക്ക ഒറ്റ മാഞ്ചിയോ? ഇത് മാഞ്ചിയം കാടാണല്ലേ? മാഞ്ചിയം കൃഷിയാണ്, പ്ലാന്റേഷൻ ആണല്ലേ? ഇതെല്ലാം സർക്കാരിന്റെ അധീനതയിലുള്ളതല്ലേ? കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്ന്. ഇല്ല, നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് കാണാൻ പറ്റുന്ന മൂട്ടുവരുമ്പോൾ ഞാൻ ഇതുവരെ സംഭവം കണ്ടിട്ടില്ല കേട്ടോ. ഇതിലേക്കൂടെ പോവാം നമുക്ക്. മൂട്ടിമരം കാണണമെങ്കിൽ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് പോവാം. താഴെ പോയ ഒരു ചപ്പാത്തുണ്ട്, ഒരു വെള്ളവും അതൊക്കെ പണിഞ്ഞിട്ടേക്കണം. അവിടെ എങ്ങോട്ട് പോകണം? മൂട്ടിവരെ കണ്ടിട്ട് പോവാം. അല്ല, അത് കണ്ടിട്ട് തിരിച്ചു വരാം. വണ്ടി ഇവിടെ ഇടാം. കൃഷ്ണനാരായണ നമ്പൂതിരി എന്തൊരു പറഞ്ഞാൽ നോക്കിയമ്മ. എന്തല്ല നാട് നാടായിരിക്കണമെങ്കിൽ കാട് വളർത്തുവിൻ നാട്ടാരെ. നാട് കാടായി നശിക്കാതിരിക്കാനും കാട് വളർത്തുവിൻ നാട്ടാരെ. ഇപ്പൊ അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അതാരാണ് കൃഷ്ണനാരായണ നമ്പൂതിരി? ഒരാള് ആളെന്നല്ല, ഇത് ചിലപ്പോ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും കേട്ടോ. നമ്പൂതിരിമാരെ അങ്ങനെ എഴുതോളൂ, എഴുതൂല അങ്ങനെയാണ്. ഇവിടെ ആരാ നടന്നു വരണ? അത് ഫോറസ്റ്റ് ട്രെയിനീസ് ആണ്. ഇവിടെ വരെ ഉള്ള നമുക്ക് ഇവിടെ വണ്ടി അങ്ങ് ഒതുക്കാം. ഇനി നടന്നാലേ എന്നിട്ട് മേലോട്ട് പോകണം. അവിടെയാണ് മൂട്ടിക്കാട്. അപ്പോൾ ഗൈസ്, ഈ മൂട്ടിമരം കാണാനുള്ള പരിപാടിയായിട്ട് നമ്മൾ നേരെ അരിപ്പ വനത്തിനകത്ത് വന്നേക്കാണ്. ഇത് ഇവിടെ ഒരു ചോഴിയക്കൂടെ ആറുണ്ട് ഗൈസ്. ഇത് ഈ തെന്മല ഡാമിലൊക്കെ ചെല്ലുന്നത് ഈ വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നാണ് പോണത്. ഇല്ല, ഈ ബോസിനകത്തൂടെയാണ് നടക്കുന്നത്. ക്യാമറ ഇതും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്തിനാ ഇതിന്റെ അടിയിൽ കയറി അങ്ങനെ ആയിരിക്കും അല്ലേ? ഇതേത് മരമാണെന്നാ? ഇതാ
ഇതൊക്കെ എന്ത് പറയാനാണെങ്കിലും ഇതൊരു സംഭവം പാലമാണല്ലേ? നിങ്ങൾ എന്തെല്ലാം കാണിക്കണം? അകത്ത് പോവാല്ലേ? ഒന്ന് പോയി നോക്കാം. ഞാനൊന്ന് പോയി നോക്കാം കഴിച്ചു. ഇത് നടക്കൂല. അപ്പൊ ഇതിപ്പോ ഒഴുക്കാണ്ട് ചിലപ്പോ നടക്കൂല. വരോ? എന്നാ നീ ഒന്ന് പോയി കൈ കിട്ടിയാണ്. ഇപ്പൊ കൈ കിട്ടിയാ? ഇപ്പൊ പോയി കൈ കിട്ടിയാണ്. ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ. നിങ്ങളെ ഞാൻ പിടിച്ചോളാം. ഒന്ന് മാറിയണ്ട. ഇല്ല, ഇറങ്ങുന്നില്ലെന്ന്. സൂം ഓപ്ഷൻ ഇല്ലടേ ഗൈസ്. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. കൈ നീട്ടി കാണിക്കാൻ പോയാണ് ഗൈസ്. ഫോനോട് വെച്ച് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടാടാ? അല്ല, അതിന് കേറി പോണ കാണിക്കരുത്. നീ കൈ നീട്ടാൻ പോയല്ലേ? കൈ നീട്ടാൻ പോയല്ലേ? എന്നാലും നാളെ ഇനിയിപ്പോ നമുക്ക് അതൊന്ന് കാണിച്ചിട്ട് പോയാ പോരെ? പോയാ പോരെ? പോട്ട് ഏത് അതുവഴി നടക്കാല്ലേ? അത് വെള്ളം ഇങ്ങനെ വഴി തരുന്നോണ്ടാ. നീ എവിടെ പോണ? നീ എവിടെ പോണ? നടന്നു അതൊന്നും കുഴപ്പമില്ല. നോക്കട്ടെ നിന്റെ ഈ ബോഡി, നിന്റെ ഈ സ്റ്റൈല്. മിന്നൽ വാളെ ഇവിടെ എന്തിനാ ഇത് ഇറക്കിയിട്ടേക്കണ മെറ്റില്? റോഡ് പണി, പാലം പണി, അതിന് വേണ്ടിട്ട് ഇറക്കിയിട്ടേക്കുന്ന. ഓ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനാണ് ഇരിക്കല്ലേ? ഇവിടെ ഫോറസ്റ്റ് വരണ ആളാണ് വരുന്നത്. ഫോറസ്റ്റിന്റെ ഓഫീസറാണെന്ന് ഒന്ന് കഴിച്ചു വരുന്നത്. ആ ആന ഇറങ്ങിയ ഞാനത് വീഡിയോ എടുക്കാൻ വന്നേ. ഇല്ല, ഞാനും പുള്ളി ഇവിടെ ഉള്ളതാണ്. അപ്പം ചോദിച്ചിട്ടുണ്ട്. നമ്മളിന്നലെ കയറി വന്നായിരുന്നു, വൈകുന്നേരം കയറി വന്നായിരുന്നു. അറിയാം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇല്ല, നിയമപരമായിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ട് തന്നെയാണ് വന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു വയ്ക്കോളാം. കയ്യിൽ ക്യാമറയും പിടിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് കുത്തിക്കിഴപ്പാണ് കൈ. നിങ്ങളാരാന്ന് എൻ്റെ അടുത്ത്? ഞാൻ മനുഷ്യൻ, വേറെ ആരുടെ അതൊന്നും ഇവിടെ ഞാൻ ഷൂസ് ഒന്ന് കെട്ടിക്കോട്ടെ. ഇവൻ പോയി ഇനിയിപ്പോൾ അടുത്ത ആളിനെ പിടിച്ചോണ്ട് വരുന്നതിനുമ്പോൾ ഇവിടെ നിന്ന് പോകണല്ലേ നല്ലത്. സംഭവം പുള്ളി വന്നപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടേ ക്യാമറയും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇവൻ ഏവനെന്ന് വിചാരിച്ചില്ലാന്ന് ചോദിച്ചാൽ നിങ്ങളാരാന്ന്. ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് ചിലപ്പം അവിടെ എഴുതി വെച്ചിട്ടില്ലേ ക്യാമറ അനുവദിക്കുന്നില്ലെന്ന്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, മൂട്ടി മരത്തിൻ്റെ അന്വേഷണം നമ്മളെ കൊണ്ട് എത്തിച്ചേക്കുന്നത് ഈ അരിപ്പ വനത്തിനുള്ളിലാണ്. പുള്ളി വന്നിട്ട് നേരത്തെ ആന ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. ആന ഉണ്ടടാ, ആന ഇവിടെയൊക്കെ വരോടാ. ആന ഉണ്ട് കേട്ടോ, പക്ഷെ ആനയുടെ മണമൊന്നുമില്ല ഗൈസ്.
അങ്ങനെ നിയമപരമായിട്ട് ഇതിനകത്ത് പ്രവേശിച്ചുകൂടാ എന്നുണ്ടെങ്കിൽ ഞാനിതിന് മുതിരില്ലായിരുന്നു. എനിക്ക് ആദ്യമേ ഒരു കേസുണ്ടാക്കി തന്നെ തുടങ്ങാൻ വയ്യ. ഏത് ഇതാ? ഇതിനകത്താണ് ഇതെന്താ കൂണല്ലേ ഇത്? ഇത് മറ്റേ മാജിക് മഷ്റൂം ആയിരിക്കും. ഇതൊക്കെ കുറച്ചുകൊണ്ട് തിന്ന് നമ്മൾ മറ്റേ ഹാലൂസിനേഷൻ അടിക്കും. ഓ ഇതാണല്ലേ സാധനം. ഇതിലാണ് സാധനം പിടിക്കുന്നത്. താഴെയാണ് പിടിക്കുന്നത്. മൂട്ടിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് മൂട്ടി ഇവിടെ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഹാഫ് വരെയൊക്കെ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് മൂട്ടി വരുള്ളൂ. ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇല കണ്ടിട്ട് മനസ്സിലായ? ഇല്ല, അതിൻ്റെ മൂട് കാണുമ്പോൾ അറിയാം. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ? വേറെ എവിടെ ഉണ്ട്? ഒരുപാട് ഈ കാട് ഒരുപാടുണ്ട്. ഇത് നട്ടേക്കണല്ലോ. ഇതൊക്കെ വീണതായിരിക്കൂലേ? വീണ് പിടിച്ചതായിരിക്കൂലേ? ഇത് ഏതാ വള്ളി? ഒരു വള്ളി ചെടി. അതൊക്കെ മറ്റേ വേരുമരം. വേരുമരോ? ഇതിന്റെ അങ്ങനെയാണോ പേര്? ഇതാണ് മറ്റേ വെള്ളം കിട്ടണത്. ഇതിനകത്താണ് വെള്ളം കിട്ടണത് അല്ലല്ലേ? ഇതൊന്നും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പ്രോഫിറ്റഡ് ആയിരിക്കും. അങ്ങനെ ഇതൊന്നും വീഡിയോ എടുത്തുകൂടാന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇല്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം നമ്മളെ കേരള ഫോറസ്റ്റിന്റെ അധികാര പരിധിയിലുള്ളതല്ലേ? ഓ ഇയാളെ നമ്മളെ അടുത്തേ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയതായിരിക്കുമല്ലേ? അല്ല അങ്ങനെ നോക്കിയതായിരിക്കും പേടിപ്പിക്കാൻ. എനിക്കങ്ങനെ തന്നെ. അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കണ്ടോ? ചുമ്മാ എന്തിനാ ആനയ്ക്ക് ജോലി ഉണ്ടാക്കണ? നമുക്ക് തെറിച്ചാലേ. ഇത് കണ്ടില്ലേ? ഈ കൂണൊന്നും കഴിക്കാൻ പറ്റണ കൂണല്ലല്ലേ? ചിലപ്പോൾ വിഷമായിരിക്കുമല്ലേ? പക്ഷെ ഈ വെതർ നമുക്ക് ഈ കൂൺ കിട്ടാൻ സാധ്യത ഉണ്ടല്ലേ? കൂൺ തപ്പി പോണോ ഇനി? ഞാൻ പറഞ്ഞില്ലേ സ്കൂള് കണ്ട്. അപ്പം ആ ഞാറമരത്തിൻ്റെ സൈഡിലിട്ട് ഇവർ പണ്ട് മൂട്ടുകാ വിൽക്കുമായിരുന്നു. ഇത് നമ്മൾ 1 രൂപയ്ക്കൊക്കെ മേടിച്ച് 4 എണ്ണം മേടിച്ച് തിന്നുമായിരുന്നു. നടന്നിട്ട് വന്നപ്പോൾ ഞാൻ തകർന്നു. സഹതേ വിഷയമാണ് കേട്ടോ. എന്നെ കൊന്ന് റെഡിയാക്കി തരണം. എൻ്റെ സ്റ്റാമിനയൊക്കെ എനിക്ക് തിരിച്ചെടുത്ത് തരണം. അപ്പം 1 രൂപയ്ക്ക് 4 എണ്ണമൊക്കെ വെച്ച് മൂട്ടുകാ വിറ്റിട്ട് അത് നമ്മൾ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഇവിടം വരെ വന്നത്. ലാപ്ടോപ്പ് ഒന്ന് നശിക്കല്ലേ? ചെറുക്കനാകെ കുളിച്ചു ഗൈസ്. അപ്പം ഞാൻ ഇത് ഇവിടെ വരുന്നതിന് മുമ്പേ ഇത് കിട്ടില്ല ഇവിടെ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വഴിയിൽ നിന്ന് മേടിച്ചിട്ടാണ് വന്നത്. എവിടുന്നോ പുള്ളിക്ക് കിട്ടിയതാണ്. ഇത് എത്ര 1 വർഷത്തോളം കേടാതിരിക്കും ഇവിടെ കിടക്കുമോ? 1 മാസം. അതായത് ഇത് സീസൺ ടൈം കഴിഞ്ഞിട്ട് ഒരു 2 മാസമൊക്കെ ഇത് കേടുകൂടാതിരിക്കും. അച്ചാർ അല്ലല്ല ഇയാളിതെങ്ങനെ ഇയാൾക്ക് തൊട്ടുന്ന് കിട്ടിയെന്ന് അറിയണ്ടേ കടക്കാരന്? പുള്ളി ഇത് ആ സീസൺ ടൈമിൽ പറിച്ചുകൊണ്ട് ഇട്ടിട്ട് ഇപ്പോൾ വിൽക്കുന്നതാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ആണോ 12 എടുക്കുന്നത്? ഇതാണ് ഗൈസ് നമ്മൾ പറയുന്നത് ഈ മൂട്ട് കാണുന്നത്. ഒരെണ്ണം എടുത്തങ്ങ് പൊട്ടിയല്ല. ഇത് നമ്മൾ റംബൂട്ടാനൊക്കെ വലുതല്ലേ? ഇത് നമുക്ക് അച്ചാറിടാം. അതിൻ്റെ തോട്, ഈ തോടിനെ നമുക്ക് കഴുകി അച്ചാറിടാം. ഇത് നമുക്ക് കഴിക്കാം. അതിൻ്റെ റംബൂട്ടാൻ പോലെ ഇരിക്കും. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ നല്ല പഴുത്തതാണെങ്കിൽ നല്ല മധുരമാണ്. പക്ഷേ എനിക്ക് റംബൂട്ടാനേക്കാളും ഇഷ്ടം ഇതാണ് കേട്ടോ. പുളി മധുരം മിക്സ്. ഇത് പക്ഷേ പുളിപ്പാണ്. ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല. റംബൂട്ടാൻ്റെ അല്ല. കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരുമെന്ന് വെള്ളം പോയി ജമ്പ് ചെയ്ത് അതിനകത്ത്. കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അത് ചെറിയൊരു പുളിപ്പുണ്ട്, മധുരമുണ്ട്, പുളിപ്പുണ്ട്. പക്ഷേ സെറ്റാണ് സാധനം. അപ്പൊ ഇതിന് നമ്മളെ മാത്രമേ മൂട്ടിക്കാന്ന് പറയുള്ളൂ. അത് ചിലപ്പോ ഈ തിരുവനന്തപുരം അല്ലെന്നുണ്ടെങ്കിൽ വടക്കോട്ടൊക്കെ ചെല്ലുമ്പോ ഇത് ഈ മരത്തിന്റെ മൂട്ടിൽ പിടിക്കുന്നോണ്ടാണ് ഇതിനെ മൂട്ടിക്കാന്നുള്ള പേര് വന്നത് തന്നെ. അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേര് കാണും. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിട്ട് കമന്റ് ഇടണം ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നുള്ള കാര്യം കമന്റ് ഇട്. അപ്പോഴത്തേക്ക് ഞാനേ എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ പോയിട്ട് തിരിച്ചു വരാം വീണ്ടും. ഓക്കെ, ബൈ ബൈ.